നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മെഡിടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രമേഹവും ഭക്ഷണക്രമവും. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ ഋഷി ആയുർവേദ കോളേജ് ആൻഡ് ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ MD ആയ ഡോക്ടർ സെബാസ്റ്റ്യനാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും താഴെ കാണുന്ന നമ്പറിൽ വെച്ച് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. ടിവിയുടെ ശബ്ദം തീർത്തും കുറച്ച് വയ്ക്കുക. നമുക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ പ്രമേഹവും ആഹാരക്രമം. ഈ ആഹാരക്രമം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വയറ് നിറയ്ക്കാനായി കഴിക്കുന്ന ആഹാരമല്ല, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഊർജം അല്ലേ, ഊർജത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് ഞാൻ, പ്രമേഹവും പ്രകൃതിയും ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇപ്പോൾ ആ ക്വസ്റ്റിന് നമ്മൾ ഈ പ്രകൃതിദത്തമായിട്ട് പോകാത്തതാണ് പ്രമേഹം തന്നെ ഉണ്ടാകാനുള്ളൊരു കാരണം. ആ പ്രകൃതിക്കനുസരിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് ജോലിയും ചെയ്ത് ആ രീതിയിലാണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും പ്രമേഹം ഉണ്ടാവില്ല. അപ്പോൾ പ്രകൃതിയായിട്ട് വളരെ കണക്റ്റഡാണ്. അതുകൊണ്ടാണല്ലോ എക്സസൈസ് ചെയ്യണമെന്നും വെളുപ്പിനെയാക്കണമെന്നും നടക്കണമെന്നും ഇതെല്ലാം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പം പ്രകൃതിയായിട്ട് ആ ഒരു ബന്ധമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രമേഹം എന്ന് പറയുന്ന ഈ അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അത് തന്നെ ഞാനിപ്പോൾ പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സർപ്പക്കാവിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ സർപ്പക്കാവെന്ന് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലരും ഓർത്തിട്ടത് എന്താണ് ഈ സർപ്പക്കാവ്, പാമ്പുണ്ടോ അല്ലെ പാമ്പിൻ്റെ ആ രൂപം കൊത്തിവെച്ചിരിക്കുന്നു, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇത് പഴയ മുനിമാർ കണ്ടുപിടിച്ചതല്ലേ, അത് ഹിന്ദുക്കളുടെ മാത്രം കാര്യമാണോ എന്നൊക്കെ, അല്ലെ അവരുടെ തന്നെ കാര്യമാണ് എന്നൊക്കെ ഒരു ധാരണ സാധാരണ ആൾക്കാർക്കുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അതിനെപ്പറ്റി അറിയാമായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇതാണ്, സർപ്പക്കാവിൽ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെയും ധാരണ പോലെ അത് ഒരു ശരിയാണ്. ധാരാളം ഒരു വീടിനോട് ചേർന്ന്, പ്രത്യേകിച്ച് പഴയ ഇല്ലങ്ങളിലോട് ചേർന്ന് അല്ലെങ്കിൽ അമ്പലത്തിനോട് ചേർന്ന് ഈ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ ധാരാളം നല്ല ഓക്സിജൻ, വിവിധ തരത്തിലുള്ള പഴയ ചെടികൾ, ഔഷധി ചെടികളാണ്, അല്ലാത്തതെല്ലാം വള്ളിപ്പടർപ്പും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഭയങ്കര ഗുണം കിട്ടും. അത് കൂടാതെ ഒരു പാമ്പ് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭയങ്കരമായ ഗുണമുണ്ട്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിതാണ്, സൂര്യനിൽ നിന്ന് വരുന്ന റേസ്, അത് പ്രധാനമായിട്ട് 7 റേസാണുള്ളത്. അതിനകത്ത് ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും അത് മാരകമായ പലതരത്തിലുള്ള ദൂഷ്യങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് മനുഷ്യർക്കും ഉണ്ട്. അങ്ങനെയാണ് ഓരോ തരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാനും പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാകാനും കണ്ടുപിടിച്ചിട്ടില്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കാരണം നമ്മൾ വായിക്കാറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിൻ്റെയൊക്കെ കാരണം അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു പാമ്പൊക്കെ ധാരാളമുള്ള ഈ സർപ്പക്കാവിൽ അവിടെ ഒരു തുള്ളി വിഷം അല്ലെ പാമ്പിൻ്റെ വായിൽ നിന്ന് അല്ലെ ആ സഞ്ചിക്കകത്തുനിന്ന് സ്കല്ലം നടന്നാൽ ഒരു തുള്ളി വിഷാംശം ഉണ്ടെങ്കിൽ അത് ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റിനെ ഇൻഫ്രാറെഡിനെ നിർവീര്യമാക്കി അതിൻ്റെ ദൂഷ്യങ്ങൾ മുഴുവൻ മാറ്റും. അതിന് മാത്രം പവർഫുള്ളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ദൂഷ്യം മാറ്റുക എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഏതാണ്ട് 10 മടങ്ങ് ഭയങ്കരമായ ഗുണം കൂടെ കിട്ടുക. ഇതാർക്കും അറിയത്തില്ലാത്ത കാര്യമാണ്. ഇത് വളരെ രഹസ്യമായിട്ട് ഉള്ളൊരു കാര്യമാണ്. ഇത് കല്ലുകളിലാണോ വീഴുന്നത്? കല്ലുകളിൽ വേണമെന്നില്ല, മണ്ണിലോ ചെടികളിലോ. ചില സമയത്ത് ഇപ്പം വെറുതെ ഇങ്ങനെ കടിച്ച കൂടുതൽ വന്നു കഴിയുമ്പോൾ അങ്ങനെ കളയുക. ഇല്ലെങ്കിൽ സ്കല്ലം നടന്ന് അത് ഭൂമിയിൽ എവിടെയെങ്കിലും വീണാൽ മതിയല്ലോ. അത് ഒരു തുള്ളിയൊന്നും ആയിരിക്കില്ല, ഒറ്റ തുള്ളിയുടെ പവർ ഇത്ര ഉണ്ട്. അപ്പോൾ പല പാമ്പുകൾ ഇങ്ങനെ കിടന്ന് ഓരോ തുള്ളിയൊക്കെ വീണ് നമുക്ക് ആ പ്രദേശം മുഴുവൻ ഭയങ്കരമായ ഔഷധ ഗുണമായിരിക്കും ഇത്. അപ്പോൾ ഇതാണ് ഇൻഫ്രാറെഡിനെ അൾട്രാ വയലറ്റിനെ മാറ്റാൻ വേറെ ഒരു മാർഗ്ഗമില്ല. ഇത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, പാമ്പ് നമ്മളെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ ദർശനം ഏറ്റു കഴിഞ്ഞാൽ അത് ആൾ മരിക്കുവരെ ചെയ്യാമല്ലോ, ഇല്ലേ? ചില പാമ്പുകൾ അങ്ങനെ തലച്ചോറിന് പ്രവർത്തനം മന്ദീഭവിച്ച് ബോധമില്ലെന്നാവുന്നു. ചിലതിങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ രോമകൂപങ്ങളിൽ കൂടെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് മുഴുവൻ പൊട്ടിയിട്ട് ഓരോ രോമകൂപങ്ങളിൽ കൂടെ രക്തം വരിക. ചില പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ദേഹം മുഴുവൻ പൊട്ടി വ്രണങ്ങളായിത്തീരുക.
അപ്പോൾ അതുപോലെ ദൂഷ്യം ചെയ്യുന്ന എത്രയോ ആൾക്കാർ മരിച്ചിരിക്കുന്നു പാമ്പിൻ്റെ കടിയിട്ട്. അതുപോലെയുള്ള ദൂഷ്യമാണ് ഇത്. ഈ സൂര്യനിൽ നിന്ന് വരുന്ന റേസിനെ, ഈ 2 അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡിനെയും നമുക്ക് ഒത്തിരി ദൂഷ്യം ചെയ്യുന്നതിനെ അതിനെ ഇല്ലെന്നാക്കാനുള്ള കഴിവ് ഈ പാമ്പിൻ്റെ വിഷത്തിനുണ്ട്. ഇത് പക്ഷേ നമുക്ക് നേരെ തിരിച്ചും അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. 10 മടങ്ങ് ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു ഭയങ്കര ഒരു ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സർപ്പക്കാവെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെ ഭയക്കേണ്ട കാര്യമില്ല. ഈ പാമ്പെന്ന് പറയുന്നത് നമ്മുടെ മിത്രമാണ്. അത് പണ്ട് മുതലും നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ശിവന്റെ ആണേലും കഴുത്തിൽ ആഭരണമായിട്ട് ഇല്ലേ, അത് ചെറിയ കാര്യമൊന്നുമല്ല അത്. അതുപോലെ സെന്റ് ജോർജിന്റെ പടം നോക്കിയാൽ അതിൻ്റെ അകത്ത് കൊല്ലുന്നതായിട്ടോ അല്ലെ വാളുമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന, അപ്പോൾ പാമ്പ് വളരെ ഒരു പ്രധാനമായിട്ടാണ്. അതുപോലെ ക്രിസ്ത്യൻസൊക്കെ ചരിത്രങ്ങൾ ബൈബിളിലൊക്കെ നോക്കിയാൽ ആദവും ദൈവം സൃഷ്ടിച്ചു, അതിൽ പാമ്പാണ് അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ ഇങ്ങനെ പാമ്പിൻ്റെ രൂപത്തിൽ കയറി പാമ്പ് അങ്ങനെ പഴം കൊടുക്കുകയും അത് മേടിക്കുകയും അങ്ങനെയാണ് ചരിത്രം പോകുന്നത്. പക്ഷേ ആ മനുഷ്യർ സാത്താൻ ഈ പാമ്പിൽ പ്രവേശിച്ച് അതിൻ്റെ രൂപം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സാത്താൻ അറിഞ്ഞാൽ ഒരു കാരണവശാലും ഇവർ ആ പഴം മേടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഏറ്റവും സുഹൃത്തായിരുന്നു അവരുടെ, ഏറ്റവും മിത്രമായിട്ടായിരുന്നു ഈ പാമ്പ് കൊടുത്തപ്പം ധൈര്യമായിട്ടും അത് വിശ്വസിച്ച് മേടിക്കാൻ. അപ്പം എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ലോകത്തിൻ്റെ ആദ്യകാലം മുതലേ ഈ പാമ്പ് നമ്മുടെ ഒരു സഹജീവിയായിരുന്നു, മിത്രമായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഈ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ശരി. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. കോള് കട്ടായി തോന്നുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാമ്പിന്റെ വിഷത്തെ കുറിച്ചിട്ടാണ്. പക്ഷെ കാവ് എന്ന് പറയുന്നത്, എനിക്കൊന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ പഴയ കുടുംബങ്ങളുടെ, പഴയ വീടുകളോട് ചേർന്ന് എല്ലാം സ്ഥലങ്ങളോട് ചേർന്നൊരു ചെറിയ കാവ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയാതിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞാൽ പാമ്പ് മാത്രമല്ല, എല്ലാ വിഷമുള്ള പല ജീവികളുണ്ടല്ലോ, അതിനൊക്കെ അപ്പൊ ഈ ഗുണം ഉണ്ടായിരിക്കുമോ? അതിനൊക്കെ ഇത്രയും ഗുണം കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഒരു തേള കുത്തിയെങ്കിൽ മരിക്കൊന്നുമില്ലെങ്കിലും അത് ഒരു വേദന അസഹ്യമായിട്ടുണ്ടാവുമല്ലോ. അതുപോലെയുള്ള ചെറിയ പഴുതാര കഴിച്ചു കഴിഞ്ഞാൽ അസഹ്യമായ വേദനയും നീരുമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ആള് മരിക്കണമെന്നില്ല എന്ന് പറഞ്ഞതുപോലെ അതിനും ചെറുതായ ഗുണങ്ങൾ ഉണ്ടാവും. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ കാവിന്റെ കാര്യം വരുമ്പോ ഒരുപക്ഷെ ഭയം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ വിളക്ക് കൊളുത്തുകയായിരുന്നു. കുടുംബക്ഷേത്രം കാവുണ്ടെങ്കിൽ അവിടെ വിളക്ക് കൊളുത്തിയ ഒരു പ്രാർത്ഥനാലയമായിട്ടാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം ക്ഷമിക്കണം, ആൻസറിലേക്ക് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മുരളി എന്ന് പറയും. ഓക്കെ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞു. എന്താ മുരളി എന്ന് പറയും. കാരണം ഞാൻ 10-15 വർഷമായിട്ട് മറ്റേ പ്രമേഹത്തിന്റെ അസുഖമുള്ള ആളായിരുന്നു. ഞാനിപ്പോ ഈ പരിപാടി തന്നെ കണ്ടിട്ടേ ഒരു ദിവസം ഞാൻ ഈ പരിപാടി കണ്ടു ജയ്ഹിന്ദ് ടിവിയില്. അങ്ങനെ ഞാന് മഞ്ചേരി പോയിരുന്നു. മഞ്ചേരിയില് മഞ്ചേരി പോയിരുന്നു. അപ്പോ പോയിട്ട് ഇപ്പൊ അവിടുത്തെ 1.5 മാസം മരുന്ന് ഞാൻ കഴിച്ചു. ഋഷിയിലാണോ പോയത്? മഞ്ചേരിയിലെ ഋഷിയുടെ ബ്രാഞ്ചിൽ? മഞ്ചേരി ബ്രാഞ്ചിലാ പോയത്. അപ്പൊ അവിടുത്തെ മരുന്ന് ഞാൻ 1.5 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ്? വളരെ ഷുഗർ കൂടുതലായിരുന്നു, വളരെ കൂടുതലായിരുന്നു. മരുന്ന് കഴിച്ചിട്ടും തീരെ മാറാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. വേദന ഉണ്ടായിരുന്നു. ദേഹത്തൊക്കെ വേദന ഉണ്ടായിരുന്നു. ഹലോ, കേക്കാം, പറഞ്ഞോളൂ. ശരീരവേദന എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇപ്പൊ 1.5 മാസം വന്നിട്ട് എനിക്ക് വളരെയധികം മാറ്റം ഉണ്ടെന്നുമല്ല, എനിക്ക് ജീവിതത്തിനോടൊന്നും ഒരു താല്പര്യമായി. മറ്റേ വളരെയധികം കഷ്ടപ്പെട്ടത് ഞാന്. ജീവിതത്തിനോടൊന്നൊരു എന്താ എനിക്ക് അവസ്ഥയെ പറ്റി പറയാൻ വാക്കുകളില്ലെന്ന് പറഞ്ഞ മറ്റ അവസ്ഥയായി. അത് അത്രയും നല്ലൊരു മാറ്റാണ്. എനിക്ക് ഇത് പ്രവേഗരൂപത എല്ലാരും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. അത്രയും നല്ലൊരു സ്ഥലമാണ്. പറഞ്ഞോ. അപ്പൊ എനിക്ക് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ശരീരവേദന എല്ലാവരും നല്ലൊരു മാറ്റമുണ്ട്. പ്രമേഹത്തിന് കുറവുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നേ. ജോലിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ.
പണിക്ക് തന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയും. ഇപ്പം ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ട്. ഇപ്പോള് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ? ജോലിയൊക്കെ ചെയ്യാറായോ? അതെ, ജോലി ചെയ്യാനൊക്കെ നല്ല ഒരു ലെവലിലെത്തി. കാരണം ശരീരത്തിന് ഭയങ്കര കൽപ്പനയായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ജോലി ചെയ്യാന്. അത് ശരി. എന്നാ ശരി, വിളിച്ചത് വളരെ സന്തോഷം കേട്ടോ. സന്തോഷം കാരണം വിളിച്ചതാണ് അല്ലേ? ആട്ടെ ആട്ടെ, താങ്ക് യു. വിളിച്ചത് വളരെയധികം നന്ദി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് വളരെയധികം എഫക്ട് ഉണ്ടായിരുന്നു. 1.5 മാസം കൊണ്ട് തന്നെ അത് 10-15 വർഷമായ ഡയബറ്റിക് അല്ലായിരുന്നു. 10-15 വർഷം കൊണ്ട് ക്യൂറബിൾ അല്ലാതെ ഇരുന്നത്, ജോലി നിന്ന് എടുക്കാൻ മേലാതെ ഇരുന്നത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കൊരു മനസ്സിന്റെ ഒരു സന്തോഷം. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചത് ഈ കാവില് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചിട്ട് നമ്മളൊരു ഭക്തിയുടെ രീതിയിലാണ് കാവിനെ കണ്ടിട്ടുള്ളത്. അതെ, അത് ഈ ദീപം തെളിക്കുക പള്ളിയിലും അമ്പലത്തിലും ഒക്കെ, അതിനെപ്പറ്റിയൊക്കെ ദീപം തെളിക്കുന്നതിനെ പറ്റി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്പലത്തിൽ ദീപം തെളിക്കുക എന്നുള്ളത് അല്ലേ. അതുപോലെ പള്ളിയിൽ ദീപം തെളിക്കുന്നത്, തിരികത്തിക്കുക എന്ന് പറയും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട, ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിയുള്ള നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ച ഒരു മാർഗമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, നമ്മളിപ്പം സർപ്പക്കാവിൽ ദീപം തെളിച്ചു കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ദീപം തെളിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതിൻ്റെ പുക മുകളിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് പോവുക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ആ ദീപത്തിൻ്റെ ചുറ്റും mg ആവും, ഒരു ശൂന്യ പ്രതലം ഉണ്ടാവും. അപ്പോൾ അവിടത്തേക്ക് അപ്പോൾ ആ ചുറ്റുപാടുമുള്ള ആ സർപ്പക്കാവിൻ്റെ ചുറ്റുമുള്ള ആ ഔഷധത്തിനോട് കൂടിയ വിവിധ തരത്തിലുള്ള ചെടികളുള്ളപ്പം ഓക്സിജനാണല്ലോ, ആ ഓക്സിജൻ മുഴുവനും ഈ വിളക്കിൻ്റെ അടുത്തേക്ക് വരും, ആ ശൂന്യമായ പ്രതലത്തിലേക്ക് വരും. അപ്പം അവിടെ അങ്ങനെ ഒരു ആ എയർ സർക്കുലേഷൻ, എക്സോസ്റ്റ് ഫാൻ പിടിപ്പിക്കുന്ന ആ ഒരു സ്ഥിതിയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചീത്തയായിട്ടുണ്ടെങ്കിൽ ആ ദീപത്തിൻ്റെ പുകയോടുകൂടി അതും പുറത്തേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോവുകയും ആ പുക അവിടെയുള്ള ചെടികൾക്ക് ആഹാരമാണ്, അവരത് ഭക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ശൂന്യതയിലേക്ക് ധാരാളമായ ആ ചുറ്റുപാടുള്ള ഈ വിഷാംശം ഉൾപ്പെടെയുള്ള എനർജി ധാരാളമായിട്ട് ആ ദീപത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ദീപം തെളിച്ച ആളിന് മുഴുവൻ അതിൻ്റെ മുഴുവൻ ഗുണവും കിട്ടുക. ആ ആൾ ശ്വസിക്കുന്നത് മുഴുവൻ അത്രയും സമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അത്രയും സമയം ആ ദീപം തെളിച്ച ആളിന് ആ സമീപ പ്രദേശത്തുണ്ടായിരുന്ന ആ നല്ല ഏറ്റവും അടുത്ത ഏറ്റവും കൂടുതലുള്ള ആ റേസ്, ഞാൻ പറഞ്ഞാൽ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റിൻ്റെ ദൂഷ്യമായിട്ട് നല്ല പ്യൂരിഫൈ ചെയ്ത് വളരെയധികം ഗുണവും പിന്നെ അവിടെയുള്ള ഓക്സിജനും കൂടെ ഒന്നിച്ചിങ്ങനെ ആ ആളിന് കിട്ടിക്കഴിയുമ്പോഴത്തേനും മതിയല്ലോ, എന്തു ശക്തിയായ ഗുണമായിരിക്കും കിട്ടുന്ന. അവരുടെ ഒരുമാതിരിയുള്ള മാനസിക സംഘർഷം ഉൾപ്പെടെ, മാനസിക അസ്വസ്ഥതയും ശാരീരിക അസ്വസ്ഥതയും സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഉണ്ട്, ആത്മീയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും, ചീത്തയായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണത്. അതാണ് സർപ്പക്കാവിൽ ദീപം തെളിച്ചു വരുമ്പോഴുള്ള കിട്ടുന്നത്. ഡോക്ടർ, നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ കൂടുതൽ സംസാരിക്കും, പക്ഷേ മുമ്പ് ചെറിയൊരു ഇടവേളയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ തുടരും. ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രമേഹവും ഭക്ഷണക്രമവും. നമ്മുടെ അതിഥി ഈരാറ്റുപേട്ടയിലെ ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ MD ആയ ഡോക്ടർ സെബാസ്റ്റ്യൻ. ഡോക്ടർ, നമ്മളിപ്പോൾ പറയുകയുണ്ടായി കാവിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്, അവിടെ ഉണ്ടാകുന്ന വിഷത്തിന്റെ ഗുണത്തെക്കുറിച്ചും അങ്ങ് പറയുകയുണ്ടായി. അപ്പൊ ശരിക്ക് എല്ലായിടത്തും കാവ് ഉണ്ടാവണമെന്നില്ലല്ലോ. അല്ലാതെ നമ്മുടെ വീട്ടിലും പുരയിടത്തിലൊക്കെ പാമ്പിനെ കാണാറുണ്ട്, നമ്മൾ ഭയപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാമ്പിന്റെ ഗുണവും നമുക്ക് കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിന് ഒരു സംശയമില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സാധാരണ ഡയബറ്റിക് പേഷ്യൻസിനോട് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, രാവിലെ നന്നായിട്ട് നടക്കുക എന്ന് പറയുന്നുണ്ട്. ഈ നടക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്. ഒരു ഗുണം മാത്രമല്ല, സാധാരണ ഡോക്ടേഴ്സ് എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് നടന്നു കഴിയുമ്പോൾ വ്യായാമം കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് വ്യായാമം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രമേഹ രോഗികളിൽ നടന്നു കഴിയുമ്പോൾ ഗുണം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ മസിൽസ് ഉള്ളത് കാലിൻ്റെ തുടയ്ക്കാണ് അല്ലേ. ഒരു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മസിൽസ് ഉള്ള ആളെയാണ്. ഈ പേഷ്യൻ്റ് കുറച്ച് നന്നായിട്ട് നടന്നു കഴിയുമ്പോഴത്തേനും ഈ മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മസിൽസിലെ ഫൈബറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ്
പ്രവർത്തിച്ച് തീരും. അങ്ങനെ പ്രവർത്തിച്ച് തീർന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ മസിൽസിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം രക്തപരിശോധന നോക്കി കഴിയുമ്പോഴത്തേനും രക്തമില്ല. ഇതാണ് പ്രധാനമായിട്ടൊന്ന്. ഇതോടൊപ്പം തന്നെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഓക്സിജൻ, വളരെ ഔഷധ ഗുണത്തോടുകൂടി പൊല്യൂഷൻ ഇല്ലാത്ത ഓക്സിജൻ കിട്ടുന്നത് ഈ വെളുപ്പിനാണ്. മൂന്നാമത് അപ്പം അങ്ങനെ 2 ഗുണമായില്ലേ, വളരെ പ്രധാനം. ഈ നടക്കുന്നതുകൊണ്ടുള്ള ഗുണമാണ്. മൂന്നാമത് ആണ് ഈ വീടിൻ്റെ ചുറ്റുപാടുകളോ കൂടാതെ നമ്മൾ നടക്കുന്ന വഴിക്കെല്ലാം കല്ലിൻ്റെ ഇടയ്ക്കും പള്ളയിലും ഈ ചെടികളുടെ ഇടയ്ക്കെല്ലാം ധാരാളം പാമ്പുകൾ, വിഷജീവികളുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ വിവിധ തരത്തിലുള്ള പാമ്പുകളുടെ വിഷത്തിൻ്റെ ഗുണം അൾട്രാവയലറ്റിൻ്റെ ഇൻഫ്രാറെഡിൻ്റെയൊക്കെ ശുചീകരിച്ച് ഭയങ്കരമായ എനർജി ആയിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഭയങ്കര തേജസ് ഉണ്ടാവും. ഈ ഇല്ലങ്ങളിലൊക്കെ സർപ്പക്കാവ് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കുട്ടി പോലും ഒരു മോശമില്ല. ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും അവിടെ. കാരണം അസുഖമില്ല. അസുഖമില്ലാത്തപ്പം നല്ല മറ്റു ദൂഷ്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട, നല്ല ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് സൗന്ദര്യം ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, നല്ല കഴിവും പ്രാപ്തിയും. ആ നാട്ടിലെ ഏറ്റവും യോഗ്യരായിരിക്കും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. അപ്പോൾ സോറി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഒരു ശരി. ഹലോ, മീഡിയ ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, ആരാണ്? പേര് പറയൂ. തോമസിന്റെ മകന്റെ ഭാര്യ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? കഞ്ഞിക്കുഴി. ആ ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ. കുറച്ച് വെച്ചിരിക്കുക. ഹലോ, കേക്കാം, പറഞ്ഞോ, എന്താണ്? ഞാൻ 1 മാസമായി അവിടെ വന്ന് ചികിത്സക്ക് എന്റെ ഫാദറിനെ, സ്വന്തം എന്റെ അച്ഛനെ ചികിത്സത്തിന് വന്നു. അപ്പൊ ഒരു 3 ആഴ്ച കൊണ്ട് അച്ഛന് ഒത്തിരി മാറ്റം വന്നു. ആയിരുന്നു ഇത് ഓർമ്മക്കുറവ്. പ്രമേഹമല്ല അല്ലേ? അല്ല. ഓ, ശരി. അപ്പൊ അവിടെ വന്നൊരു എണ്ണ വെച്ചു. അതോടുകൂടി ചാത്തന് ഒത്തിരി ഓർമ്മയെല്ലാം സാധാരണയിലേക്ക് വന്നു. ഇപ്പം എന്റെ ചാത്തന്, സ്വന്തം ചാത്തന് വലിയ കുഴപ്പമില്ല. അതുപോലെ എന്റെ അമ്മായി ആ എണ്ണ തന്നെ വാങ്ങി വെച്ചു. അപ്പൊ നല്ല മാറ്റം വന്നു. ഇപ്പൊ കേൾവിക്കും ഒത്തിരി മാറ്റമുണ്ട്. ആൾക്കാരെ എല്ലാം നല്ലോണം ഒരുവിധം അറിയുന്നുണ്ട്. തിരിച്ച് ഇങ്ങനെ സംസാരിക്കലായിരുന്നു, ഇപ്പൊ സംസാരിക്കാൻ ചോദിച്ചാൽ അപ്പൊ തന്നെ മറുപടിയും ഉണ്ട്. അത് ശരി. അത് സ്വന്തം അച്ഛനും ഈ അൾസമേഴ്സ് ഉണ്ടായിരുന്നു, ഭർത്താവിന്റെ അച്ഛനും അൾസമേഴ്സ് ഉണ്ടായിരുന്നു. അത് സ്വന്തം അച്ഛന് പെട്ടെന്ന് വന്നു. അപ്പൊ ഈ ഈരാറ്റുപേട്ടയിലെ ഒരു അമ്മയുടെ ഒരു ഉമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ തൈലം കിട്ടും, എണ്ണ കിട്ടും, അവിടെ പോയിട്ടൊന്ന് വാങ്ങി വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷണാർത്ഥം വന്ന് വാങ്ങി വെച്ച് നോക്കി. അപ്പൊ ഒരു മാസം കൊണ്ട് ഒത്തിരി മാറ്റം വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, നിന്റെ ചാത്തന്, അവിടുത്തെ ചാത്തന് ഒന്ന് മേടിച്ചു വെക്കടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് പരീക്ഷിക്കാന്ന് ഓർത്ത് വാങ്ങി വെച്ചു. അവിടുത്തെ ഋഷി ഹോസ്പിറ്റലിലെ മാഡം പറഞ്ഞ പോലെ ഞങ്ങളത് ട്രീറ്റ്മെന്റ് തുടർന്നു. ഒരു 3 ആഴ്ച കൊണ്ട് ചാത്തന് ഒത്തിരിമായി. തന്നെ എഴുന്നേറ്റ്, മറ്റേ ബെഡ് തന്നെ ആയിരുന്നു, മൂത്രമൊക്കെ അറിയാതെ പോവാ, മലം പോവാ. ഇപ്പൊ തന്നെ എഴുന്നേറ്റ് മുറ്റത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വിളിച്ചാ നല്ലവണ്ണം ഒറ്റ വിളിക്കാനെ വിളി കേൾക്കും. എന്താ ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറയും. അങ്ങനെയുള്ള ഒത്തിരി ചേഞ്ച് വന്നു. പിന്നെ കേൾവിക്കും മാറ്റം വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ തന്നെ കഴിക്കാറായോ? ഭക്ഷണം ഇപ്പൊ നേന്ത്രപ്പഴം, അങ്ങനെ ചെറിയ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്താൽ കൈ പിടിച്ചിട്ട് കഴിക്കാറായി അല്ലേ? മറ്റേ വാരി കൊടുക്കണമായിരുന്നു. വാരി കൊടുത്താലും എന്താ കഴിക്കുന്ന അങ്ങനൊന്നും അറിയില്ല. ഇപ്പം കഴിക്കുന്നത് എന്താന്നുള്ളതൊന്നും അറിയത്തില്ല. വേണമെന്ന് ചോദിക്കുമ്പോ അതങ്ങ് കൊടുത്താൽ അങ്ങ് കഴിക്കും. എന്നാലും തീരെ ഒന്നുമില്ലാത്തതിൽ നിന്നും ഇപ്പൊ ഇത്ര മാറ്റം വന്നിട്ടുണ്ട്. പറമ്പിലൊക്കെ പോവുമോ ജോലിയൊക്കെ ചെയ്യാൻ? മിറ്റത്ത് ഇറങ്ങി തുടങ്ങി ഇപ്പൊ. ഇതിപ്പോ ഏതൊക്കെയാലും കട്ടിലേ കിടന്നിരുന്നയാള് ഇത്രയൊക്കെ മാറ്റം വരുത്താൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പറ്റിയല്ലോ. 1 മാസമായി അല്ലേ? 1 മാസത്തെ ചികിത്സ കൊണ്ടാണ് അല്ലേ? 1 മാസത്തെ 3 ആഴ്ചത്തെ ഒരു മാസം കഴിഞ്ഞ 17 18 ഞങ്ങൾ വന്ന. ഈ 17 വന്ന് വീണ്ടും എണ്ണ തന്നെ മേടിച്ചു. അപ്പൊ അവിടുത്തെ സാറ് ഉള്ളിൽ കഴിക്കാനൊരു മറ്റേ ടോണിക്കും കൂടെ തന്ന് ഇപ്പൊ വീണ്ടും വിട്ടിരിക്കുക 1 മാസത്തേന്. അത് ശരി. അതുപോലെ കുറച്ച് നാളത്തേക്കും കൂടെ ആ മരുന്ന് ഉപയോഗിച്ചോണം. സാറ് പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ തുടർന്നു. മാറ്റമുണ്ട്. കേൾവി ചെറുതായിട്ടേ ഉണ്ടായിരുന്നു. 4 പ്രാവശ്യം വിളിച്ചാലേ ചാത്തനൊന്ന് ഒത്തിരി ഉറക്കം വിളിക്കണം. ഇപ്പൊ കേൾവിക്ക് തന്നെ ഒത്തിരി മാറ്റമുണ്ട്. എല്ലാത്തിനും മാറ്റമുണ്ട്. മാറ്റമുണ്ട്. തീരെ രോഗി ലേപനം വരെ കൊടുത്തായിരുന്നു.
അത് ശരി. അതിപ്പോ അത്രയും അതിലായിരുന്നു. പിന്നെ മൂളും ഉണ്ടായിരുന്നു. അത് ശരി. ഇപ്പൊ ജാസിനെ വിളിച്ചാൽ എല്ലാരും എന്നെ അറിയോന്ന് ചോദിച്ചാലോ കണ്ടിട്ട് കുറെ ആയല്ലോ, അർത്ഥം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കണ്ടിട്ട് കുറെ ആയല്ലോ എന്ന് അങ്ങനെയൊക്കെ പ്രതികരിച്ച് പറയാനുള്ള മാറ്റം വന്നു. രോഗീലേപനം എന്ന് പറയുന്നത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് അച്ഛന്മാര് വന്ന് ചെയ്യുന്ന ഒരു കർമ്മമാണ് അല്ലേ? നമ്മള് ചെയ്യും പെട്ടെന്ന് അങ്ങനെ ഒരു രോഗീലേപനം അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണമെന്നല്ല, ഒരു തീരെ അവശതയാകുമ്പോൾ ചെയ്യുന്നതാണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്ന് വല്ല യാദൃശ്യമായിട്ട് വല്ലതും മരിച്ചു പോയാലോ ഇല്ലേ, സംഭവിച്ചാലോ. അപ്പൊ കേൾവിക്കും കുറവ്, പിന്നെ ഓർമ്മക്കുറവ്, കൂതാശയം കഴിഞ്ഞ് രോഗീലേപനം കൊടുത്ത് കുർബാന സ്വീകരിക്കുക, അപ്പൊ അതെല്ലാം കഴിഞ്ഞായിരുന്നു. ഏതൊക്കെയാലും വ്യത്യാസം വന്നല്ലോ ഇല്ലേ? ഒരു 75-80% വ്യത്യാസം. കുറച്ച് തീർച്ചയായിട്ടും ചെയ്തോണം. അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് അനുസരിച്ച് അവരെത്ര ആളാണോ പറയുന്നത് അതുപോലെ ചെയ്തോണം കേട്ടോ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. കാരണം എന്നാന്ന് പറയുക, ഇത് ലോകത്തിൽ ഇതുവരെയായിട്ട് അതിന് അൾസമേഴ്സ് വന്നിട്ട് ട്രീറ്റ് ചെയ്തൊരു ചരിത്രമില്ല ഇതുവരെയായിട്ടും. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ കാര്യമാണ് പറയുന്നത്. ഇതിന് ചികിത്സയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ചികിത്സയില്ല. ആ സ്ഥാനത്താണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഋഷിയിലെ ചികിത്സ കൊണ്ട് കുറയ്ക്കാൻ പറ്റുക. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ദൈവത്തിനോട് നന്ദി പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങളോട് ഉള്ള നന്ദിയിൽ കൂടുതൽ ദൈവത്തിനോട് പറഞ്ഞോളൂ. ശരി, വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. ശരി, ഓക്കെ, വിളിച്ചത് നന്ദി. ഡോക്ടർ, നല്ലൊരു ന്യൂസാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് അതെ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇത് കേൾക്കുമ്പോൾ. നമ്മളിപ്പോ പാമ്പിന്റെ വിഷത്തെ കുറിച്ച് പറയുന്നത്, അപ്പം ആരാധന നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. വീടിന്റെ സമീപത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ പഴയ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെയൊക്കെ പാമ്പിനെ നമ്മൾ ആരാധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെ ഇതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നുള്ളത്. നമ്മള് ഈ ഇന്ന ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പം ദീപം തെളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം ഇതാണ്. ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ആ ഓക്സിജനെ അവിടെയുള്ള ആ ചീത്തയായിട്ടുള്ളതിനെ മുഴുവൻ ഇപ്പം നമ്മൾ ദീപത്തിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് ചേർന്നുള്ള നമ്മുടെ ഉച്ഛ്വാസവായു ഉൾപ്പെടെ അതുപോലെ നമ്മുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒക്കെയുള്ള അഴുക്കുകൾ മുഴുവൻ, അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെയുള്ള പല ഘടകങ്ങളും ഈ ദീപത്തിന് വലിച്ചു കളയാൻ പറ്റും. ആ വലിച്ചു കളയുന്നതോടുകൂടി അവിടെ പുതിയ എനർജി ഉണ്ടാവും എന്നുള്ളതാണ്. ശബരിമലയിൽ ഈ തീകുണ്ടം എന്താണത്? ആ വനത്തിലുള്ള ആ അത്രയും ആൾക്കാർ കൂടി കഴിയുമ്പോൾ അവിടെയുള്ള ചീത്തയായിട്ടുള്ളത് മുഴുവൻ വലിയ തീകുണ്ടത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് വലിച്ചു പോകുമ്പോൾ ആ വനത്തിലെ ഭയങ്കര ഏറ്റവും ഫ്രഷ് ഓക്സിജൻ മുഴുവൻ അങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ദീപം തെളിക്കുന്നതിനെ പറ്റി ഇതുപോലെ ഗുണമാണെന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യല. അത് കുറച്ച് ഭക്തിപരമായിട്ടും കൂടെ പറയുന്നത് ദൈവികമായിട്ട് അവിടെ ദൈവികമായിട്ട് ഇല്ലെന്നല്ല പറയുന്നത്, ദൈവികമായിട്ട് ഉണ്ട്, അവിടെ ദേവി ഉണ്ട് എന്നൊക്കെ ആ സങ്കല്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അതുമായിരിക്കും. പക്ഷേ ഗുണം ഇതും കിട്ടും. ദേവിയുടെ ഗുണം കിട്ടുന്നില്ലെന്നല്ല, അതും കിട്ടും. ഇതും കൂടി ആയി കഴിയുമ്പോഴത്തേനും പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായിട്ടും കൂടെ അതിൻ്റെ അകത്ത് വളരെ കാര്യമുണ്ട്. അതാണ്. പക്ഷേ ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഐ മീൻ ഈ റിസർച്ച് സെന്ററിലാണെങ്കിൽ കൂടുതൽ പ്രമേഹത്തെക്കുറിച്ച് മരുന്നും ചികിത്സയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളിപ്പോൾ എന്നാ ചോദിച്ചാൽ ഈ ആൾക്കാർക്ക് ധാരാളമായി അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഋഷിയിലെ മരുന്ന് കൊടുക്കുക അതിനെപ്പറ്റി ഉള്ള എക്സ്പ്ലനേഷൻ അല്ല. അത് തീർച്ചയായിട്ടും ഇപ്പം കണ്ടില്ല, രണ്ടുപേര് വിളിച്ചു കഴിയുമ്പോൾ ഭയങ്കര 100% റിസൾട്ടാണ്. ആർക്കും ഇല്ലാത്ത പോലെ റിസൾട്ട് ഉണ്ട് അത്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റിയല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഈ പ്രമേഹം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല ആരോഗ്യം ഉണ്ടാകാനും നല്ല തലമുറ ഉണ്ടാകാനായിട്ട്, അങ്ങനെ നല്ല കുടുംബം ഉണ്ടായാൽ നല്ല രാജ്യമായി. രാജ്യത്ത് ഈ അരാജകത്വം ഒരു ചെലവില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ശരിക്കും നമ്മുടെ സംസ്കാരത്തിന് നല്ല രീതിയിൽ നയിക്കാൻ ഡോക്ടറുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. ഇത്രയും വിശദമായി പറഞ്ഞ ഡോക്ടർക്ക് വളരെയധികം നന്ദി. ഇന്നത്തെ നമ്മുടെ മെഡിറ്റോക്കിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത മെഡിറ്റോക്കിൽ മറ്റൊരു വിഷയവും മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.